ഹലോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും 9 മണിയായിട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ലക്ഷ്മി അക്ക വരില്ലയാണ്. അങ്ങനെ നമുക്ക് കുറച്ച് പണി അധികമാണ് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കപ്പലണ്ടി കണ്ടോ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വറുത്ത് വെക്കുമ്പോഴേക്കും അതെനിക്കെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി പിന്നെ ഞാൻ ആ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വേണ്ട ഫുഡിൻ്റെ പരിപാടി ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ കുക്കറിൽ അരി ഇട്ടു കേട്ടോ. ഇത് നമ്മുടെ വൈറ്റ് റൈസ് ആയതുകൊണ്ട് പെട്ടെന്നാവേ. അതുപോലെ നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് കഴിച്ചു. ഇതെന്താണെന്നറിയോ, ഇത് നമ്മുടെ ഗാർലിക് ക്രഷ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ ഗാർലിക് പീൽ ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ക്രഷായി കിട്ടും കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്തായാലും എനിക്ക് കമൻറ്റിൽ ചോദിക്കണം. ഞാനത് വെച്ചിട്ട് ഗാർലിക് റൈസ് ഉണ്ടാക്കാൻ കേട്ടോ. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ അടക്ക ഇങ്ങനെ പ്രസ് ചെയ്യുന്നൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഇതും. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ദാലൊക്കെ ഉണ്ടാക്കി. എനിക്ക് ദാലും ചോറുമായിരുന്നു, അശ്വിനും. അമ്മ പക്ഷേ ഗാർലിക് റൈസാണ് കേട്ടോ കഴിച്ചത്. അമ്മ അന്ന് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാർലിക് റൈസ് ഉണ്ടാക്കി തരുമോ. കുറേ ദിവസമായില്ലേ ഞാൻ ഇവിടുന്ന് പോയിട്ട്. അങ്ങനെ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ ബൈ.